കടം കൊടുക്കുന്നിടത്താണ് പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാത്രം അറിഞ്ഞു വേണം ആഹാരം വിളമ്പാനെന്ന് പറയും. കൊടുക്കേണ്ടവർക്കേ കൊടുക്കാവൂ എന്ന് വെച്ചിട്ട് കൊടുക്കാതിരിക്കരുതെന്നല്ല, ഡിസർവ് ചെയ്യുന്നുണ്ടോ എന്നോ. അർഹത എന്ന് പറയുന്ന സാധനമേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അയാൾ അത് അർഹിക്കുന്നുണ്ടോ, അതിനുള്ള പ്രയാസത്തിലൂടെയാണോ ആ പറയുന്ന ആ പ്രയാസം ഈ പണം കൊണ്ട് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് റിസോൾവ് ചെയ്യും എന്നൊരു ഉറപ്പും അയാൾക്ക് അത് തിരിച്ചു വീട്ടാൻ പറ്റുമെന്നൊരു ഉറപ്പും കൂടെ ഉള്ള ഒരു പ്രോസസ്സിലെ ഈ കടം കൊടുപ്പ് നടത്താവൂ. കടം കൊടുപ്പ് അങ്ങനെ നടത്താവൂ. ഇനി വെറുതെ കൊടുത്താലും പോരാ. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണെന്നറിയാം, നിങ്ങളൊരു ട്രാൻസാക്ഷൻ നടത്തി അത് എഴുതി വെക്കണമെന്ന് പറയും. സാക്ഷികളെ കൊണ്ടുവന്ന് സൈൻ ചെയ്യിക്കണം. നമ്മൾ എത്ര പ്രാവശ്യം അത് ചെയ്യാറുണ്ട്? നമ്മൾ സുഹൃത്തുക്കൾക്ക് കടം കൊടുക്കും, നമ്മളെന്താണ് കടം കൊടുക്കും, അവൻ തിരിച്ചു തരില്ല, പ്രയാസമാവും, ആർഗ്യുമെൻ്റ് ആവും, വിളിച്ചാൽ പിന്നെ എടുക്കില്ല, വിളിച്ചാൽ ഫോൺ എടുക്കാതെ വരുമ്പം പ്രയാസമാവും, ഡിസ്പ്യൂട്ടാവും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം തകരും. നേരെ മറിച്ച് ദൈവിക കൽപ്പന ഫോളോ ചെയ്തിരുന്നെങ്കിലോ, ഫ്രണ്ടായിരിക്കും, ഏറ്റവും നല്ല ഫ്രണ്ടായിരിക്കും, പക്ഷേ ഒരു പേപ്പറിൽ എഴുതുകയാണ്, ഇന്ന രൂപ ഇത്ര സമയത്തിനകത്ത് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയും ഇന്ന സമയത്ത് തിരിച്ചു തരാമെന്ന് ഞാനും നീയും വാക്കാൽ ഈ പത്രത്തിൽ ഞങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നു. ഒരു രേഖ ഉണ്ടാക്കി നോക്കിയേ, എന്നിട്ട് സൈൻ ചെയ്ത് നോക്കിയേ, ചാൻസസ് ആർ ഹൈ തിരിച്ചു തരാൻ. എന്നിട്ടും തിരിച്ചു തരാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ. വെള്ള പേപ്പറിലെങ്കിലും എഴുതിയിട്ട് ഈ ട്രാൻസാക്ഷൻ നടത്തി നോക്കിയാൽ ഒരു പരിധി വരെ ബന്ധങ്ങൾ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും.